ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്തയുടെ പുതിയ അപ്ഡേറ്റ് വരാത്തതിൽ ആരാധകർ നിരാശയിൽ. ലോകയ്ക്ക് വേണ്ടി ദുൽഖർ സൽമാന്റെ ചിത്രത്തിന്റെ റിലീസ് നീട്ടിയെന്ന വാർത്ത ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ എന്താണ് വരാത്തത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത്. കാന്ത ഒരു സാധാരണ സിനിമയല്ല. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഈ ചിത്രം സെപ്റ്റംബർ 12-നാണ് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന്റെ റിലീസ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞത് സിനിമാ ലോകത്തെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. എന്നിരുന്നാലും ലോകയുടെ മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് അണിയർ പ്രവർത്തകർ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റും വരാത്തതാണ് ഇപ്പോൾ ആരാധകർക്കിടയിലും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാന്തയ്ക്കെന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. 1950 കാലത്തെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടിയാണിത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ ദ ഹണ്ട് ഫോർ വീരപ്പൻ സംവിധാനം ചെയ്ത ഏറെ ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജാണ് ഈ ചിത്രം ഒരുക്കുന്നത്. സെപ്റ്റംബർ 12-ന് കാന്ത തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ലോകയുടെ മികച്ച വിജയത്തോടെയാണ് ബോക്സ് ഓഫീസിൽ ചന്ദ്രയുടെ കുതിച്ചുചാട്ടം തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ കാന്തയുടെ റിലീസ് മാറ്റിവെച്ചെന്നും ദുൽഖർ സൽമാൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അതുവരെ ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരിക്കൽ കൂടി നന്ദിയെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ആ പുതിയ തീയതി എപ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. തമിഴിൽ ഒരുക്കിയ കാന്ത മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ഒരു ഹൊറർ സിനിമയുടെ ചിത്രീകരണത്തിനായി ഒരുങ്ങുന്ന ഒരു സിനിമാ സംഘത്തെ കാണിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ടീസർ ആരംഭിക്കുന്നത്. 2 പ്രമുഖ കലാകാരന്മാർക്കിടയിൽ ഈഗോയും മറ്റുമാണ് ചിത്രത്തിന്റെ കഥയെന്നാണ് സൂചനകൾ. തമിഴ് സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ടീസറിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രത്തിൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത്. സമുദ്രകനി, ഭാഗ്യശ്രീ, റാണ ദഗുപതി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദുൽഖറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ്, തെലുങ്ക് താരം റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.